നമസ്കാരം. SB മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്കായ് 1-ലെ ക്വസ്റ്റ്യൻ മോഡലാണ് നോക്കാൻ പോകുന്നത്. തുംഹാരാ നാം ക്യാ ഹേ? നിങ്ങളുടെ പേര് എന്താണ്? മേരാ നാം അച്ചു ഹേ. എന്റെ പേര് അച്ചു എന്നാണ്. തും കിസ് കക്ഷാ മേ പഠത്തി ഹോ? നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? മെയ്യം 5വീം കക്ഷാ മേ പഠത്തി ഹോ? ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തുംഹാരാ ഘർ കഹാ ഹേ? നിങ്ങളുടെ വീട് എവിടെയാണ്? മേരാ ഘർ കോട്ടയം മേ ഹേ. അവിടെ കഹാമിന്റെ അടുത്ത് കോട്ടയം മേ. അത്രയാണ് ആൻസർ വരുന്നത്. തുംഹാരാ ഘർ, തുംഹാര അടുത്ത് മേരാ വരും. തുംഹാര, തും പ്ലസ് കായാണ് തുംഹാര, നിങ്ങളുടെ. തും പ്ലസ് തും നിങ്ങൾ, കാ ഇന്റെ ഉടെ എന്നർത്ഥമുണ്ട്. അപ്പം തും നിങ്ങൾ, കാ ഉടെ, അപ്പൊ നിങ്ങളുടെ. തുംഹാര. മേര എന്റെ, മെയിൻ പ്ലസ് കായാണ് മേര, എന്റെ. മേര എന്റെ. തുംഹാരന്റെ അടുത്ത് മേര വരും. ഹാർ കഹാമിന്റെ അടുത്ത് കോട്ടയം മേ ഹേ. അവരവരുടെ സ്ഥലം പറയാം ചോദിക്കുമ്പോൾ. അടുത്ത തും കിസ് കക്ഷാമേ, നിങ്ങൾ ഏത് ക്ലാസ്? കിസിന്റെ അടുത്താണ് 5വീം എന്ന് വരുന്നത്. അടുത്ത് തുംഹാരാ നാം ക്യാ ഹേ? നിങ്ങളുടെ പേര് എന്താണ്? ക്യായുടെ അടുത്താണ് 5 വരുന്നത്. അടുത്ത കർമ്മേ കോൻ കോൻ ഹേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കർമ്മേ പിതാജി, മാതാജി, ഭായി, ദാദി ഓർ ദാദാ ഓർ ദാദി ഹേ. ദാദാ എന്ന് പറഞ്ഞാൽ മുത്തശ്ശൻ, ദാദി മുത്തശ്ശി. ദാദാ മുത്തശ്ശൻ, ദാദി മുത്തശ്ശി. അപ്പൊ വീട്ടില് അച്ഛനും അമ്മയും സഹോദരനും മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ട്. അടുത്ത് പിതാജി ക്യാ കാം കർത്തേ ഹേ? അച്ഛൻ എന്ത് ജോലി ചെയ്യുന്നു? പിതാജി ദുക്കാൻ ചലാത്തേ ഹേ? അച്ഛൻ കട നടത്തുന്നു. എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ത് ജോലി നടത്താൻ ചോദിക്കുന്നു. അപ്പം അച്ഛൻ എന്താണ്? കട നടത്തുന്നു. പിതാജി ദുക്കാൻ ചലാന, കട നടത്തുക. പിതാജി ദുക്കാൻ ചലാത്തേ ഹേ? അച്ഛൻ കട നടത്തുക. അടുത്ത് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഘർ കാ കാം കോൻ സംഭാൽത്തി ഹേ? വീട്ടിലെ ജോലികൾ ആര് സംരക്ഷിക്കുന്നു? ആരാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? മാം ഘർ കാ കാം സംഭാൽത്തി ഹേ? അമ്മയാണ് വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തുന്നത്. അപ്പൊ മാം ഘർ കാ കാം സംഭാൽത്തി ഹേ? അമ്മയാണ് വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തുന്നത്. അടുത്ത് നമൂനയ്ക്ക് അനുസാർ ലിഖിയേ? മാതൃക അനുസരിച്ച് എഴുതുക. അപ്പൊ ആ വെച്ച് ഒരു വാക്കൂടെ തന്നിരിക്കും. ആ അമ്മ, ആ അമ്മ. അപ്പൊ അമ്മയ്ക്ക് വേറൊരു വാക്കാണ് മാം. അത് അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. മാം, അമ്മ. മാ എഴുതിയിട്ട് ആ അടയാളം അമ്മന് മുകളിൽ ചന്ദ്രക്കിളിയും കൊത്തും. ഇവിടെ എന്നെങ്ങനെയാണ്? മായുടെ പകുതിയും മുഴുവൻ മായും ഇടുമ്പോഴാണ് ഉമ്മ ആവുന്നത്. അമ്മ, മാം, അമ്മ. അടുത്ത അൻമോൾ, അമൂല്യ മായ. അൻമോൾ, അമൂല്യ മായ. അടുത്ത് അച്ഛ, നല്ലത്. അച്ഛ, നല്ലത്. അനു, നമുക്ക് ആ വെച്ച് അനു എന്നുള്ള പേര് എഴുതാം. അടുത്ത് അസ്പത്താൽ, ആശുപത്രി. അസ്പത്താൽ, ആശുപത്രി. അധ്യാപക്, മുഴവരടാൻ പാടില്ല. അധ്യാപക്, ദായിര പകുതിയാണ്. അധ്യാപക്, അധ്യാപകൻ. അതേപോലെ ദായിര പകുതിയാണ്. അധ്യാപിക, അധ്യാപിക. അമൽ, ആ വെച്ച് നമുക്ക് അമലിന്റെ പേര് എഴുതാം അല്ലേ? അമൽ. അടുത്ത് അപ്പനെ, ആപ്പനെ, തന്റെ. അനിത, അനിതയുടെ പേര് എഴുതാം. അടുത്ത അപ്പുവിന്റെ പേര് എഴുതാം. അമ്മുവിന്റെ പേര് എഴുതാം. പായുടെ പകുതിയും മുഴുവൻ പായും കൊടുത്തപ്പോഴാണ് ഇപ്പ ആയത്. എന്നിട്ട് പൂവിഴണം. മായുടെ പകുതിയും ഇത്. അതേപോലെ ഇവിടെ കൊടുത്തിട്ടാണ് ഉമ്മ എഴുതുന്നത്. മായുടെ പകുതിയും മുഴുവൻ മായും. ഇപ്പ പായുടെ പകുതിയും മുഴുവൻ പായും. ഇച്ച, ചായയുടെ പകുതിയും മുഴുവൻ ചായയും. ഇക്ക, കായുടെ പകുതിയും മുഴുവൻ കായും. ഇത്ത, തായുടെ പകുതിയും മുഴുവൻ തായും. അടുത്ത് ഇതേപോലത്തുള്ള ചിഹ്നം വരുമ്പോൾ നമ്മൾ യായാണ് കൊടുക്കുന്നത്. അടുത്ത് ഇവിടെ ഈ അടയാളം, ഈ അടയാളം വരുമ്പോൾ ഇതേപോലെ വലത് സൈഡാണ് ഈ അടയാളം ഇട്ടിട്ട് വരുന്നത്. അപ്പൊ കീ താഴ്ത്തിയിട്ട് വലത് സൈഡിൽ വള്ളി, കീ താഴ്ത്തിയിട്ട് വലത് സൈഡില്, തീ താഴ്ത്തിയിട്ട് വലത് സൈഡ് വള്ളി, ചീ താഴ്ത്തിയിട്ട് വലത് സൈഡ്. അടുത്ത് പിന്നെ ഈ വരുമ്പോൾ തിരിച്ചാണ് വരുന്നത്. അപ്പോഴ് ഈ വരുമ്പോൾ ഇതേപോലെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇത് കീ വരുമ്പോൾ ഇതാണെങ്കിൽ തിരിച്ച് ഇപ്പുറ സൈഡിൽ വരും. കീ, ചീ എന്നുള്ളത് അങ്ങനെ വരും. അപ്പം കീ എഴുതിയിട്ട് ഇപ്പുറ സൈഡിൽ വള്ളി. മീ വരുമ്പോൾ മാ എഴുതിയിട്ട് ഇപ്പുറത്ത്, ചീ എഴുതുമ്പോൾ ചാ എഴുതിയിട്ട് ഇപ്പുറത്ത്, തീ എഴുതുമ്പോൾ ഇതേപോലെ താ. അപ്പം പാ, ഞാ ഇതെല്ലാം വരുമ്പോൾ വള്ളി ഇപ്പുറത്തെ സൈഡിലാണ് വരുന്നത്. അപ്പൊ ഇനി മനസ്സിലായല്ലോ.
അപ്പൊ ഇനി ആ എന്നുള്ള അക്ഷരത്തിൽ നമുക്ക് ഏതൊക്കെ വാക്കുകളുണ്ടെന്ന് നോക്കാം. ആ ആയു വയസ്സ്, ആയു വയസ്സ്. ആവോ വരുവിൻ, ആവോ വരുവിൻ. ആപ്പ് താങ്കൾ. കണ്ട ആഴതിക്കണ്ട ഈ ഇവിടത്തെ നിന്ന് താത്താണ് നടുക്കത്തെ വരെ കൊടുക്കേണ്ടത്. ഒരിക്കലും ഇവിടെ തട്ടാൻ പാടില്ല. അടുത്ത് ആപ്കാ നാം ക്യാ ഹേ, താങ്കളുടെ പേര് എന്താണ്? മേരാ നാം നാരായണ ഹേ. അപ്പൊ ആപ്പ് ഉപയോഗിച്ച് ഒരു വാക്കൂടെ പറയാണ്. ആപ്കാ നാം ക്യാ ഹേ, താങ്കളുടെ പേര് എന്താണ്? അപ്പൊ എന്താണ്? മേരാ നാം നാരായണ ഹേ, എന്റെ പേര് നാരായണ എന്നാണ്. അടുത്ത് ആം മാങ്ങ. അമ്മിന് മാങ്ങ. ആ വരിക, വരിക. ആയ വന്നു, വന്നു. അപ്പൊ അതിൽ തന്നെ നമുക്ക് കുറെ വാക്കുകൾ പറയാം. ആ വരിക, ആയ, ആയേ, ആയി, എന്ന് പറഞ്ഞാൽ എന്താണ്? ലഡ്ക വരുമ്പം ആയ എന്ന് പറഞ്ഞാൽ ലഡ്ക ആൺകുട്ടിയാണ്. അതുകൊണ്ട് ലഡ്ക ആയ, ആൺകുട്ടി വന്നു. അടുത്ത് ആൺകുട്ടികൾ ഒന്നിലധികം. അപ്പോൾ ആയേ, ലഡ്കേ ആയേ. ഒന്നിലധികം ആൺകുട്ടികൾ വരുമ്പം ലഡ്കേ ആയേ. അടുത്ത് ലഡ്കി ആയി, വള്ളിയാണ് വരുന്നത് പെൺകുട്ടി വരുമ്പം. അപ്പം ഒന്നിലധികം വരികയാണെങ്കിൽ ഇവിടെ കുത്തും കൂടെ ഇടണം. ലഡ്കിയാം ആയി, അപ്പൊ ലഡ്കിയാം വരുമ്പോ എന്താണ്? ഈയിട ഈ വലത് സൈഡിൽ പറഞ്ഞ ഈയിട ഇടത് സൈഡിലോട്ട് ആവും, ഇപ്പുറത്ത് ആവും. എന്നിട്ട് യാം ചേർക്കുമ്പം പെൺകുട്ടികൾ. ലഡ്കിയാം പെൺകുട്ടികൾ. ലഡ്കിയാ അർത്ഥമാണ് പെൺകുട്ടികൾ. ലഡ്കിയാ ആയി, പെൺകുട്ടികൾ വന്നു. ആജ് ഇന്ന്, അപ്പൊ ആജ് വെച്ച് നമുക്ക് ഒരു സെന്റൻസ് നോക്കാം. ആജ് രവിവാർത്ത, ഇന്ന് ഞായറാഴ്ച ആയിരുന്നു. ആജ് രവിവാർത്ത, ഇന്ന് ഞായറാഴ്ച ആയിരുന്നു. അപ്പൊ ഞായറാഴ്ച ഈ വാക്ക് എന്താണ്? രവിവാർ. ആജ് ഇന്ന്, ആജ് അർത്ഥമാണ് ഇന്ന്, ഞായറാഴ്ച ആയിരുന്നു. ആയിരുന്നു മുഴുവൻ വരടാൻ പാടില്ല, ഈ ചുരുപ്പ് വേണം. ആയിരുന്നു, അർത്ഥമാണ് ആയിരുന്നു. ലഡ്ക ആൺകുട്ടി, ലഡ്കേ ആൺകുട്ടികൾ. അപ്പൊ ലഡ്ക ഒരു ആൺകുട്ടി, ലഡ്ക എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആൺകുട്ടികൾ. ലഡ്കി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി, ഒന്നിലധികം ആണെങ്കിൽ ലഡ്കിയ. അപ്പൊ ലഡ്ക, ലഡ്കേ, ലഡ്കി, ലഡ്കിയ. അടുത്ത് ആയ, ആയേ, ആയി, അവരുടെ വ്യത്യാസങ്ങൾ യായിലാണ് വരുന്നത്. യാ, ഏ, ഈ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം മൂന്നെണ്ണത്തിന്റെ എല്ലാത്തിന്റെ അർത്ഥം വന്നു, ഇതാണ് വന്നു എന്നാണ് അർത്ഥം. അടുത്ത് കൗ ആ, നമ്മൾ ആ വെച്ചുള്ള വാക്കിൽ എഴുതിയത്. അപ്പൊ ഇവിടെ കൗ കാക്ക, കൗക കാക്ക. ലു ഉരുളക്കിഴങ്ങ്. അപ്പൊ ഉരുളക്കിഴങ്ങിന്റെ വാക്ക് എന്താണ്? എഴുതിയിട്ട് ലൂ, ആലു ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്.